ഡിയർ ഫ്രണ്ട്സ്, കേന്ദ്ര സർക്കാരിൻ്റെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എല്ലാ വർഷവും നടത്തിവരാറുള്ള കമ്പാക്ട് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ 2025-ലും നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷനെ കുറിച്ചും ആർക്കൊക്കെയാണ് ഈ എക്സാമിനേഷൻ എഴുതാൻ കഴിയുന്നത് എന്നും എന്തൊക്കെയാണ് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നുള്ളതുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മെയിൽ ഫീമെയിൽ വ്യത്യാസമില്ലാതെ ബാച്ചിലർ ഡിഗ്രിയുള്ള 18 മുതൽ 32 വയസ്സ് വരെ പ്രായപരിധിയിലുള്ള ഏതൊരു വ്യക്തിക്കും ഈ ഒരു പരീക്ഷ എഴുതാവുന്നതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി കാറ്റഗറിയിലുള്ള തസ്തികകളിലേക്കാണ് ഈ ഒരു എക്സാമിനേഷൻ നടക്കുന്നത്. പ്രധാനമായും ഇതിൽ വരുന്ന പോസ്റ്റുകൾ സബ് ഇൻസ്പെക്ടർ, ഇൻസ്പെക്ടർ റാങ്കുകളിലുള്ളതാണ്. അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, സബ് ഇൻസ്പെക്ടർ ഇൻ CBI, അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ, ഇൻസ്പെക്ടർ സെൻട്രൽ എക്സൈസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ടാക്സ് അസിസ്റ്റന്റ് എന്നിങ്ങനെയുള്ള മറ്റ് പല പോസ്റ്റുകളിലേക്കും ഈ ഒരു എക്സാമിനേഷൻ പാസ്സാവുന്നതിലൂടെ പരീക്ഷയ്ക്ക് ലഭിക്കുന്ന മാർക്ക് അനുസരിച്ച് സെലക്ഷൻ ലഭിക്കുന്നതാണ്. 35,000 രൂപ മുതൽ 1,00,000 രൂപ വരെയാണ് ഈ പറഞ്ഞ തസ്തികകളിലേക്കുള്ള ബേസിക് സാലറി. അതുകൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ മറ്റ് പല വിധത്തിലുള്ള അലവൻസുകളും ലഭിക്കുന്നതായിരിക്കും. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ssc.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായാണ് ഓൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത ശേഷം ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ്. SC/ST കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്, എക്സ് സർവീസ് കാൻഡിഡേറ്റ് എന്നിവർക്ക് എക്സാം ഫീസ് അടയ്ക്കേണ്ടതില്ല. അവർക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ എക്സാം എഴുതാൻ കഴിയുന്നതാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാമിനേഷനാണ് ഇതിൽ നടക്കുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകളിൽ ക്വസ്റ്റ്യൻ പേപ്പർ ലഭിക്കുന്നതാണ്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും എക്സാമിനേഷൻ സെന്റർ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്നതാണ്. കേരളത്തിലെ പല ജില്ലകളിലും എക്സാമിനേഷൻ സെന്റർ ലഭ്യമാണ്. ഈ വർഷം 10,000-ലധികം വേക്കൻസികളാണ് ഈ ഒരു എക്സാമിനേഷന് നോട്ടിഫിക്കേഷനിൽ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ടയർ 1, ടയർ 2, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്നിങ്ങനെയുള്ള 3 പ്രോസസ്സിലൂടെയാണ് സെലക്ഷൻ നടക്കുന്നത്. ആദ്യത്തെ പരീക്ഷ 100 മാർക്കിനുള്ളതായിരിക്കും. 25 മാർക്ക് വീതമുള്ള 4 പേപ്പർ ചേർന്നുള്ള 100 മാർക്കിന്റെ പ്രിലിമിനറി എക്സാമിനേഷൻ പാസ്സാവുന്ന ഒരു വ്യക്തി ടയർ 2 എക്സാമിനേഷന് എലിജിബിലിറ്റി നേടുന്നതായിരിക്കും. ടയർ 2 എക്സാമിനേഷൻ ക്ലിയർ ചെയ്തതിനു ശേഷം ചില പോസ്റ്റുകൾക്ക് മാത്രം, എക്സൈസ് ഇൻസ്പെക്ടർ പോലെയുള്ള ചില പോസ്റ്റുകൾക്ക് മാത്രം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. ബാക്കിയുള്ള പോസ്റ്റുകൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതല്ല. പിന്നീട് നടക്കുന്ന പ്രോസസ്സ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പ്രോസസ്സാണ്. ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ നമുക്ക് കിട്ടുന്ന മാർക്ക് അനുസരിച്ച് നമുക്ക് സെലക്ഷൻ കിട്ടുന്നത്, അതത് ഡിപ്പാർട്ട്മെന്റുകളിലായിരിക്കും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടത്തേണ്ടത്. ഏപ്രിൽ മാസത്തിലാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നത്. മെയ് 2025 വരെ ലാസ്റ്റ് ഡേറ്റ്, ആപ്ലിക്കേഷൻ അയക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ആദ്യ പരീക്ഷ ജൂൺ, ജൂലൈ 2025-ലും ടയർ 2 എക്സാമിനേഷൻ ഒക്ടോബർ 2025-ലുമാണ് നടക്കാൻ സാധ്യതയുള്ളത്. ഇതിന്റെ എക്സാമിനേഷൻ ഡേറ്റിൽ വരുന്ന മാറ്റങ്ങളും സെലക്ഷൻ പ്രോസസ്സും എല്ലാം ssc.gov.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതാണ്. കൂടാതെ ഹെൽപ്പ് ഡെസ്ക് ആയ 011-6999-9845 എന്ന നമ്പറിൽ SSC CGL-നെ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്യപ്പെടുന്നതാണ്. 2025-ലെ SSC CGL എക്സാമിനേഷൻ 10,000-ഓളം വേക്കൻസികളാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അതിനാൽ ഈ ഒരു അവസരം ആരും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. SSC CGL-നെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. എക്സാം ഡേറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അപ്ഡേറ്റുകളും കമന്റ് ബോക്സിലൂടെ അറിയിക്കുന്നതായിരിക്കും. പ്ലസ് ടുവും ഡിഗ്രിക്കും പഠിക്കുന്ന നമ്മുടെ മലയാളികളായ കുട്ടികൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. SSC CGL-നെ കുറിച്ചുള്ള ബേസിക് ഇൻഫർമേഷൻസ് അവർക്ക് ഈ ഒരു വീഡിയോയിലൂടെ ലഭിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിലൂടെ അവർക്ക് CGL-നും SSC-യുടെ മറ്റ് പല വിധത്തിലുള്ള എക്സാമിനേഷൻസും അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്നതാണ്. ഇങ്ങനെയുള്ള CGL, UPSC
എക്സാമിനേഷൻസിൻ്റെ കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SSC CGL പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ അറിയിക്കുന്നു. നന്ദി.